എറണാകുളം ജില്ലാ കോടതി വീണ്ടും ചേർന്ന് ജഡ്ജി ഹണി എം വർഗീസ് നടിയാക്രമണ കേസിലെ ശിക്ഷാവിധി പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞ സമയം ഇപ്പോൾ അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മണിക്കൂറാകുന്നു. 3:30 കോടതി ചേർന്ന് വിധി പുറപ്പെടുവിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും 1 മണിക്കൂറാകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത് എന്നത് സംബന്ധിച്ച് ആർക്കും ഒരു ധാരണയില്ല. അത് ജഡ്ജിക്ക് മാത്രം അറിയാവുന്ന കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് നീണ്ടുപോകുന്നത്. പക്ഷേ എന്നാൽ തന്നെയും വിധി പ്രസ്താവം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അക്കാര്യം നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയതാണ്. ഇന്ന് തന്നെ വിധി പുറപ്പെടുവിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വാദങ്ങൾ ഒരുപാട് നീണ്ടുപോകാൻ കഴിയില്ല എന്ന് നേരത്തെ കോടതി പറയുകയും ചെയ്തതാണ്. ഷുക്കൂർ, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ദിലീപ് കേസിൽ പ്രതിയായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പ്രതി ചേർക്കപ്പെട്ടതോടുകൂടി കേസിനെ സംബന്ധിച്ചിടത്തോളം സെലിബ്രിറ്റി, അതായത് കേസിലെ 8ാം പ്രതിയും സിനിമാ രംഗത്തെ ഒരു പ്രമുഖ നായക നടനാകുന്നു. അതുപോലെ തന്നെ ഇതിലെ സർവൈവറും നായിക നടിയാകുന്നു. ആ നിലയ്ക്ക് ഒരു സെലിബ്രിറ്റി ഇൻവോൾവ്മെന്റിന്റെ ഒരു സംഗതി വന്നതോടുകൂടി വലിയ തോതിൽ ആ നിലയ്ക്കാണ് കേസ് ചർച്ച ചെയ്യപ്പെട്ടത് മുഴുവൻ. പക്ഷേ മറ്റ് 6 പ്രതികൾ, പൾസർ സുനി ഉൾപ്പെടെയുള്ള മറ്റ് പ്രതികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരെന്തുകൊണ്ടാണ്, അവർ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണോ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പരിമിതമായി മാത്രമേ പൊതുമണ്ഡലത്തിൽ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. തീർച്ചയായും സുനിക്കെതിരെ ഒരുപാട് കേസുകൾ, പൾസർ സുനി എന്ന് വിളിക്കുന്നത് തന്നെ പൾസർ ബൈക്കുകൾ മോഷ്ടിക്കുന്നതുകൊണ്ടാണെന്ന് ഒരു തരത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം പൾസർ ബൈക്കുകൾ അയാൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത് എന്നും പറയുന്നുണ്ട്. അതൊക്കെ ധാരാളമായി വന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ പൊതുവിൽ ഈ പ്രതികളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായി ആരോപണമുണ്ടോ? അത് എത്ര കണ്ടത് ആ നിലയ്ക്ക് വിശദമാക്കപ്പെട്ടിട്ടുണ്ട്? ഈ പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നൊരു വാദം ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചതാണ്. അദ്ദേഹം ഈ പൾസർ സുനിയുടെ കാര്യം പറഞ്ഞപ്പോൾ പൾസർ സുനിക്കെതിരെ കേസുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിനെതിരെ കേസ് മാത്രമേ ഉള്ളൂ, അയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പിന്നീട് പ്രതിഭാഗത്തു നിന്ന് പറഞ്ഞത്. അത് പിന്നീട് കൂടുതൽ ചർച്ചകളിലേക്ക് പോയില്ല. എന്നാലും ഇവരുടെ ഒരു പശ്ചാത്തലം, ഇങ്ങനെ ഒരു പൾസർ സുനിയുടെ കേസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ കേസുകളും സീരിയസ് ആയ കേസാകണമെന്നില്ല. എങ്കിൽ പോലും പൾസർ സുനി 1-ലധികം കേസുകളിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു പരിസരത്താണ് അദ്ദേഹം ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുള്ളതല്ല. മാത്രമല്ല അദ്ദേഹം അത്ര സാമാന്യ കുപ്രസിദ്ധി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന കാര്യത്തിലും എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു കോടതിക്ക് മുന്നിൽ അത് മാത്രം പോരാ. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടതിൻ്റെ തെളിവുകളും അതുപോലെ തന്നെ അദ്ദേഹം കുറ്റകൃത്യം ചെയ്തതിൻ്റെ അതിൻ്റെ ഗൗരവമെല്ലാം കൂടുതൽ വ്യക്തമാക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ കോടതിയെ അത് സ്വാധീനിക്കൂ. ഇതെന്തായാലും മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു നെക്സസ്, ആ നെക്സസിൻ്റെ ഭാഗമായി കൂടി നടന്ന ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനൊരു സംഭവം നടന്നത് എന്ന് തന്നെയാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ കോടതിയിൽ അത് അതുപോലെ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അതിൻ്റെ ദൗർബല്യം. ഞാൻ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം ഈ അതിജീവിതക്ക് നീതി കിട്ടിയോ എന്നുള്ളതാണ്. അതിജീവിതക്ക് നീതി കിട്ടി എന്ന് പറയണമെങ്കിൽ അതിജീവിതക്ക് അതിൽ തൃപ്തിയാകണം. എന്നാൽ നിലവിൽ 8ാം പ്രതി ദിലീപ് ഇതിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതോടുകൂടി തന്നെ അതിജീവിതക്ക് നീതി എന്ന ഒരു പ്രതീക്ഷ അതിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ആ അർത്ഥത്തിലുള്ള ഒരു പ്രതികരണമാണ് അവർ നടത്തിയത് എന്ന് ഭാഗ്യലക്ഷ്മി അടക്കമുള്ള മലയാള സിനിമാ മേഖലയുമായി ബന്ധമുള്ള ഈ അതിജീവിതയുടെ കുടുംബവുമായി ബന്ധമുള്ള ആളുകൾ പുറത്തു വന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ അർത്ഥത്തിൽ അതിജീവിത എന്തായാലും നിലവിൽ അതിൽ തൃപ്തയല്ല. ഇന്ന് വരുന്ന വിധി പോലും അത് ഭാഗികമായ ഒരു സംതൃപ്തി മാത്രമേ അവർക്ക് നൽകൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. അവരെ സംബന്ധിച്ച് ഈ കേസിലെ ഗൂഢാലോചന കേസിൽ പ്രതിയായിരുന്ന കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപ് ഈ കേസിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ അവർക്ക് ആ വിഷയത്തിൽ തൃപ്തിയുണ്ടാവൂ, നീതി ലഭിച്ചു എന്നൊരു ബോധ്യം അവർക്കുണ്ടാവൂ. ആ അർത്ഥത്തിൽ ഇനിയും ഈ കേസിൻ്റെ പ്രാധാന്യം അവിടെ തന്നെ അവശേഷിക്കുകയാണ്. മറ്റൊന്ന് സാർ പറഞ്ഞതുപോലെ ഈ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഡ്രൈവർമാരും അല്ലെങ്കിൽ അങ്ങനെ സഹകരിക്കുന്ന ആളുകളും എല്ലാം സംഘടിപ്പിച്ച് നടത്തിയ ഒരു കുറ്റകൃത്യം എന്ന രീതിയിൽ ഈ കേസിൻ്റെ മാനങ്ങൾ വളരെ വലുതാണ്. പൾസർ സുനിയുടെ സുഹൃത്തുക്കളായി നിരവധി പേർ മലയാള സിനിമയിലുണ്ട്. അദ്ദേഹം ഇപ്പോഴും വലിയ സമ്പത്തിനുടമയാണ്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് തുറന്നു തരണം എന്ന ആവശ്യവുമായി അവരുടെ മാതാവ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിലെല്ലാം വലിയ തോതിൽ പണവും അല്ലെങ്കിൽ സ്വാധീനവും എല്ലാം എല്ലാ ഘട്ടത്തിലും പ്രയോഗിക്കപ്പെടുന്ന ഒരു കേസ് കൂടിയാണിത്. ആ അർത്ഥത്തിൽ കൂടി ഈ കേസിൻ്റെ വിധിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതുപോലെ ഇത് സുപ്രീം കോടതിയിൽ എത്തുന്നത് വരെ ഇതിൻ്റെ ഗൗരവം അതുപോലെ തന്നെ നിലനിൽക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല.